ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓരോ വീട്ടിലും അമ്മമാർ ഫേസ് ചെയ്യുന്ന ഒരു മെയിനായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഡയപ്പർ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതല്ലേ. ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് സിമ്പിളായിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ്. അപ്പം ഞാനതിലൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ട്രൈ ചെയ്തിട്ടാണ് മോൻ്റെ ഡയപ്പേഴ്സൊക്കെ ഡിസ്പോസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന്. ഇപ്പോഴും അറിയാത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ചിലർക്കെങ്കിലും ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ മെത്തേഡ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ ആവശ്യമില്ലാത്തൊരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് അതൊക്കെ ഒന്ന് കുതിർക്കണം. ജെല്ലൊക്കെ നന്നായിട്ട് വീർത്ത് വന്നാലേ നമുക്കത് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ജെല്ലൊക്കെ അതിൽ നിന്ന് സിമ്പിളായിട്ട് വേർതിരിച്ച് പോരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അതിലത്തെ ജെല്ലൊക്കെ വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്യണം. നമുക്കറിയാം നല്ല മാതിരി ജെല്ലൊക്കെ വെള്ളം വലിച്ചെടുത്ത് അത് നല്ലോണം വീർക്കും. അപ്പോൾ അങ്ങനെ ആദ്യം വെള്ളം ഒഴിച്ച് അല്ലാതെ നന്നായിട്ട് വീർത്ത് വരുമ്പോൾ ഇതാക്കണ്ട, കൈ കൊണ്ട് തന്നെ നമുക്കത് വലിച്ച് കീറിയെടുത്ത് ജെല്ല് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. സിമ്പിളായിട്ട് നമുക്ക് വേറെ ടൂൾസോ കാര്യങ്ങളൊന്നും വേണ്ട. കൈ കൊണ്ട് തന്നെ വലിച്ചിട്ട് അതിലത്തെ എല്ലാ ജെല്ലും മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. സിമ്പിളായിട്ട് ചെയ്യാനുള്ള കാര്യം തന്നെയുള്ളൂ. ഇത് കണ്ടോ, ഞാൻ ആകെ കുറച്ച് ഡയപ്പർ മാത്രമായി ഇത്രയും. ഇപ്പോൾ മോന് 9-10 മാസമായി. ഇതിനുള്ളിൽ ഞാൻ ആകെ ഇത്ര ഡയപ്പർ ഞാൻ ആകെ കൂടെ അവന് യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ കൂടുതലും അവന് മറ്റേ റീയൂസബിൾ ആയിട്ടുള്ള ഡയപ്പറാണ് ഞാൻ ഉപയോഗിക്കാറ്. അത് തീരെ കുഞ്ഞായിരുന്നപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം അത്ര അധികം യൂറിനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ കുറച്ച് വലുതായപ്പോൾ അവന് എന്താ പറയുക, യൂറിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് അതിൽ കപ്പാസിറ്റി ഭയങ്കര കുറവാണ്. അപ്പോൾ അത് ഉപയോഗിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് തന്നെയാണ്. അത് കാരണമാണ് ഞാൻ ഈ ഡയപ്പർ പിന്നെ യൂസ് ചെയ്യാനായിട്ട് കാരണം. ഇതുവരെ ഉപയോഗിച്ചിട്ട് റാഷസ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അധികം അങ്ങനെ റാഷസിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ റാഷ് ക്രീംസൊക്കെ യൂസ് ചെയ്യുക. മറ്റേ ഡയപ്പർ, ഈ തുണിയുടെ ഡയപ്പർ യൂസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക, അവനത് ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. അത് എന്താ പറയുക, ഇത് നിൽക്കുന്ന അത്രയ്ക്ക് അങ്ങനെ കംഫർട്ടായിട്ട് അത് നിൽക്കില്ല. ഭയങ്കര ഇങ്ങനെ ഹെവി ആയിട്ട് എപ്പോഴും നിൽക്കുള്ളൂ. പിന്നെ ലീക്കേജും, പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ലീക്കാവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റി കൊടുക്കേണ്ടി വരും. ഇതാവുമ്പോൾ കുറച്ചധികം നേരം നമുക്ക് നിന്നോളും. ഇത് വെച്ച് കഴിഞ്ഞാൽ അധികം അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഒരു സ്നഗ്ഗിക്കകത്ത് തന്നെ ആവശ്യത്തിന് ജെല്ലുണ്ട്. ഇതെല്ലാതെ നന്നായി വലിച്ച് കീറി അതിലത്തെ ജെല്ലൊക്കെ മാറ്റി എടുക്കണം. നമ്മൾ പുറത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചെയ്യുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും. ഞാൻ പറയാൻ വെച്ചാൽ എല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഈ സ്നഗ്ഗിയൊക്കെ നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, പുറത്തൊക്കെ പോകുമ്പോൾ ഈ റോഡ് സൈഡിലും അതുപോലെ ഈ പ്രത്യേകിച്ച് ഈ പാടത്തിൻ്റെ സൈഡിലൊക്കെയാണ് മെയിനായിട്ട് ഈ സ്നഗ്ഗീസ് കൊണ്ട് കളഞ്ഞിട്ട് കാണാറുള്ളത്. എന്താ പറയുക, എത്ര കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ സംഭവം പോവുകയില്ല. ഇത് മണ്ണിൽ ഇങ്ങനെ തന്നെ കിടക്കും. അപ്പം ഇങ്ങനെ പ്രകൃതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇത് പ്രകൃതിക്കൊരു ഗുണമാക്കി മാറ്റണത്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജെല്ലൊക്കെ ഇങ്ങനെ മാറ്റിയെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു 3/4 ഭാഗത്തോളം കല്ലുപ്പാണ് ഇടുന്നത്. കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. എനിക്ക് അത്ര അധികം ജെല്ലില്ലാത്ത കാരണം കൊണ്ട് തന്നെ അത്ര അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ കൂടുതലാണ് ഉപ്പിട്ടത്. ശേഷം ഇതിലത്തെ സ്നഗ്ഗി ബാക്കിയുള്ളതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയിട്ട് ഉണക്കാടുകയാണ് ചെയ്യണത്. നല്ല വെയിലത്ത് ഉണക്കാടുക. വെയിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, 2 ദിവസം അതിട്ട് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് കിട്ടും. ഞാൻ അത് നന്നായി കഴുകി പിഴിഞ്ഞെടുത്തു. എന്നിട്ട്
വെയിലത്ത് എനിക്ക് നല്ല വെയിലുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ വെയിലത്ത് ഞാനിട്ട് ഉണക്കി എടുക്കുകയാണ് ചെയ്തത്. ഇത് ഡ്രൈ ആവാനായിട്ട് പെട്ടെന്ന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഡ്രൈ ആയി കഴിഞ്ഞാൽ കത്തിക്കാൻ നല്ല സുഖമാണ്, നന്നായിട്ട് കത്തിപ്പോവും. ഇത് ഫുള്ളായിട്ട് കത്തിപ്പോവും, ഒരു തരി പോലും വേസ്റ്റ് വരാതെ കത്തിപ്പോവും. അഥവാ കത്തിക്കാൻ നിങ്ങൾക്ക് സ്ഥലമോ സൗകര്യമൊന്നും ഇല്ല എന്ന് വെച്ചാൽ ഹരിതകർമ്മസേന വരുമല്ലോ വീട്ടിൽ, അവർക്ക് കൊടുത്തയച്ചാലും മതി. ഇത് കഴുകി നന്നായി വൃത്തിയാക്കി കഴിഞ്ഞാൽ നീറ്റാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരെടുക്കും അത്. ഇത് നന്നായിട്ട് പിഴിഞ്ഞ് ഞാൻ നല്ല വെയിലുള്ള ദിവസമായിരുന്ന കാരണം ഒരൊറ്റ ദിവസം മാത്രമേ വെയിലത്തിട്ട് ഇടേണ്ടി വന്നുള്ളൂ. പെട്ടെന്ന് ഉണങ്ങി കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൂച്ചയൊക്കെ വന്ന് നോക്കി പോയിട്ട് സുറുമ. ശേഷം ഉണക്കാൻ കൊണ്ടുപോവാണ്. നല്ല വെയിലത്തിടണം കേട്ടോ. ഞാനിത് നല്ല വെയിലുണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ നല്ല വെയിലത്തിടണതല്ല നല്ലത്. ഞാനിത് തണലത്താണ് ആദ്യം തന്നെ കൊണ്ട് വിരിച്ചത്. പിന്നെ പെട്ടെന്ന് ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് വെയിലുള്ള ഭാഗത്ത്, പറമ്പിൽ നിറയെ മരങ്ങളായ കാരണം കൊണ്ട് അധികം അങ്ങനെ വെയിൽ കിട്ടുന്ന സ്ഥലമൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ മാത്രമേ നന്നായിട്ട് വെയിൽ കിട്ടുന്നതുള്ളൂ. അപ്പോൾ വെയിൽ ഉള്ള കുറച്ച് വെയിൽ കിട്ടുന്ന കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു, അപ്പോൾ അവിടേക്ക് മാറ്റിയിട്ടു. ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഉണങ്ങി കിട്ടിയത്. ഇത് ഉണങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിലത്തെ ആ ജെല്ലി പോയാൽ തന്നെ, ജെല്ലിയും കുറച്ച് പഞ്ഞുണ്ട് അതിനകത്ത്, കോട്ടൺ ഉണ്ട്, അത് മാറി പോയാൽ തന്നെ അത് ഒന്നുമില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ആ സംഭവം പെട്ടെന്ന് ഉണങ്ങും. അത് എത്ര വെള്ളത്തിൽ കഴുകിയാലും അത് പെട്ടെന്ന് ഉണങ്ങും. മഴക്കാലമായാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് ഇടയ്ക്കൊക്കെ ഒരു ചെറിയ വെയിൽ വരുമല്ലോ, അപ്പോൾ ആ വെയിലത്തിട്ടാൽ മതി. അല്ലെങ്കിൽ മഴ കൊള്ളാത്ത രീതിയിൽ എവിടെയെങ്കിലും വിരിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ 2 ദിവസം കൊണ്ടൊക്കെ അതൊന്ന് വെള്ളമൊക്കെ വലിഞ്ഞു കിട്ടും. ശേഷം നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബക്കറ്റിലത്തെ ജെല്ലി ഉണ്ടല്ലോ, ആ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് വെള്ളം പോലെ ആയി കേട്ടോ. ഇപ്പോൾ തന്നെ നമുക്കത് ഒഴിച്ച് കളയാൻ പാകത്തിനായിട്ടുണ്ട്. ഞാനെങ്കിലും അതൊരു ദിവസം ഫുള്ളും വെച്ചു. ഒരു ദിവസം ഫുള്ളും വെച്ചപ്പോൾ അത് ഇതുപോലെ ആയിട്ടുണ്ട്. ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ തെങ്ങിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക ചെയ്തത്. ചെടികളുടെ ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമില്ല, നല്ലതാണ്, ചെടികൾക്കൊക്കെ നല്ലതാണത്. ഞാൻ തെങ്ങിനാണ് ഒഴിച്ചു കൊടുത്തത്, തെങ്ങിൻ്റെ ചോട്ടിൽ ഒഴിക്കുക ചെയ്തത്. അതിൽ കുറച്ച് കോട്ടൺ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് പഞ്ഞി ഉണ്ടായിരുന്നു. ജെല്ലി മാത്രമേ വെള്ളം പോലെ ആവുള്ളൂ, പഞ്ഞി അങ്ങനെ തന്നെ കൊടുക്കുകയുള്ളൂ. അത് വേണമെങ്കിൽ കത്തിക്കുക, അത് പിഴിഞ്ഞെടുത്ത് കത്തിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം ഇട്ടപ്പോൾ തന്നെ അത് നല്ല പോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്, നല്ലോണം ഡ്രൈ ആയി. അതെടുത്ത് കത്തിക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് കത്തിക്കാനായിട്ട് സ്ഥലമുള്ളത് കാരണം കൊണ്ട് ഞാൻ കത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.